നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ഗ്രീൻ പീസ് കറിയാണ്. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്നത് ഇഡ്ഡലിയുടെ കൂടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ഈ ഒരു കറി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാനൊരു നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യൂഷ്വലി ഒരു 5-6 മണിക്കൂർ കൊണ്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഞാൻ പക്ഷേ ഇത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, അതിനോടൊപ്പം 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, സവാള, പിന്നെ താളിക്കാനായിട്ട് കടുകും വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിൽ ഇത് ഈ ഗ്രീൻ പീസും ആവശ്യത്തിന് വെള്ളവും, ഞാനിവിടെ ഒരു കപ്പ് 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതും ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. കുക്കറിൽ ഒരു 3 വിസിൽ വെച്ചാൽ മതിയാവും. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഉടയേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ നന്നായിരിക്കും. നമുക്ക് ആ വെള്ളം കറിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയോടൊപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ പെരുംജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പട്ട ഇട്ട് കൊടുക്കാം. ഈ കറുവപ്പട്ടയോടൊപ്പം നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും പെരുംജീരകവും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ആദ്യം ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് വേണം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണയായാലും ഒഴിച്ചാൽ മതിയാവും. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ കടുക് ഇട്ട് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ആ കടുക് പൊട്ടില്ല, പിന്നെ കറിക്കൊരു ടേസ്റ്റേ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് വേണം കടുക് ഇട്ട് കൊടുക്കാൻ. അതോടൊപ്പം ഞാൻ ഇവിടെ ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളക് കരിയാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വറ്റൽ മുളകും കടുകും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതേപോലെ ക്യാരറ്റും ചേർത്ത് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് ഇടുന്നതിനോടൊപ്പം ഈ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് അരപ്പും ഒഴിച്ചിട്ട് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചിട്ട് സ്റ്റീമിൽ വേവിച്ചാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് ഇളക്കാം. ഈ തക്കാളിയുടെ പുളിപ്പ് ഈ കറിക്കൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ കൊടുക്കുക. നിങ്ങൾക്ക് ഈ കറിക്ക് അത്ര പുളിപ്പ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
തക്കാളി ഇല്ലാതെയും നമുക്ക് ഈ കറി ചെയ്തെടുക്കാം, അതിനും നല്ല രുചിയായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, മുളക് പൊടിയാണ് ഇടുന്നത്. അധികം എരിവ് നമുക്ക് കറിക്ക് വേണ്ട, അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുന്ന തേങ്ങയോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആ എരിവും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നിൽ പച്ചമുളക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി, അതും അല്ലെങ്കിൽ കുരുമുളക്. ഇതിലേതെങ്കിലും ഒന്ന്, ഇല്ലെങ്കിൽ ഇത് 3ഉം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 6-7 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് ഒരുപാട് സമയം എടുക്കാതെ നമുക്കിത് വെന്ത് കിട്ടും. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസായിട്ട് മീഡിയം പീസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്, ക്യാരറ്റും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. തേങ്ങ അരയ്ക്കാതെ തന്നെ, ഇപ്പോൾ തേങ്ങ ഇഷ്ടമില്ല അല്ലെങ്കിൽ തേങ്ങ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ കറി വെച്ചാൽ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ്. ഇത് മെയിനായിട്ട് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങയും ആ പെരുംജീരകത്തിൻ്റെ ഒരു ചെറിയ കുത്ത് വരും. അതൊരു ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ ശരിക്കും ആ കറിയുടെ ഒരു സ്മെല്ല് പെട്ടെന്നങ്ങ് മാറുകയാണ് കേട്ടോ. കറി വേറൊരു റേഞ്ചിലേക്ക് മാറുകയാണ്, അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആദ്യമേ ഇത് വേവിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ അത് ഉടച്ചത്. ഞാനിപ്പോൾ ഇതിലേക്ക് ആ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ആ വെള്ളം ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് ആ അരപ്പും കൂടെ ചേർത്താണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പും ഒട്ടും വേസ്റ്റ് ആവുന്നില്ല. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ നമ്മളുടെ പണി. ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഓനിയനും തക്കാളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് വെന്ത് ഉടച്ചെടുത്ത് അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കടുകും താളിച്ചിട്ടാൽ മതിയാകും കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇത്രയും ചെയ്യാൻ മടിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലിയുടെ കൂടെ പെട്ടെന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തരുന്നത്. ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തേങ്ങ അരച്ചൊഴിച്ച കറി ആയതുകൊണ്ട് കുറേ തിളച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ആറി വരുമ്പോഴേക്കും ഭയങ്കര കട്ടിയായി പോകും. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. മസാലയുടെയൊക്കെ നല്ലൊരു മണം ഇതിൽ വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതിന് മേലെ ഒന്ന് തൂവിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓപ്ഷണലാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.